വളരെ വില കുറഞ്ഞ നിലവാരമില്ലാത്ത വിവാദത്തിനാണ് CPM നേതൃത്വം കൊടുക്കുന്നത്. എല്ലാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും സമാന സ്വഭാവത്തിലുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ വിവാദ രൂപത്തിൽ CPM ഉയർത്തിക്കൊണ്ടുവരാറുണ്ട്. പാർലമെൻറ്റിൽ സംഭവിച്ചത്, പാർലമെൻറ്റ് മന്ദിരത്തിൽ പാർലമെൻറ്റ് സമ്മേളനം അവസാനിക്കുന്ന ദിവസം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അദ്ദേഹം കാണാൻ ആഗ്രഹിക്കുന്നു, ചെല്ലാൻ ആവശ്യപ്പെടുന്നു. ഞാൻ അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ മറ്റ് പാർലമെൻറ്റ് അംഗങ്ങൾ അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം തന്നെ വന്ന് ഞങ്ങളെയും കൂട്ടി ലിഫ്റ്റിൽ കയറ്റി ക്യാൻറ്റീനിൽ പോകുന്നു. പാർലമെൻറ്റിൻ്റെ 1-ാം നിലയിലുള്ള ക്യാൻറ്റീനിൽ പോകുന്നു. ഞാൻ പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഇന്ന് ഉച്ചഭക്ഷണം ഇവിടെ നിന്നാകാമെന്ന് കരുതി, നിങ്ങളെയും കൂട്ടാമെന്ന് കരുതി അങ്ങനെയാണ് വന്നത്, മറ്റൊരു കാര്യവുമില്ല എന്ന് പറയുമ്പോഴാണ് ഈ കാര്യം അറിയുന്നത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നതിനിടയിൽ പാർലമെൻറ്റ് മന്ദിരത്തിൽ ഓഫീസിൽ വെച്ച് കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുമ്പോൾ ഒരു MP എന്ന നിലയിൽ, പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ പോകാതിരിക്കാൻ കഴിയുമോ? അവിടെ ചെന്ന് അദ്ദേഹം ക്യാൻറ്റീനിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുമ്പോൾ ഇല്ല, ഞാൻ രാഷ്ട്രീയമായി നിങ്ങളോട് വിയോജിപ്പുള്ള ആളാണ്, ഒരു കാരണവശാലും ഇതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് ബഹിഷ്കരിക്കാൻ എൻ്റെ രാഷ്ട്രീയ സംസ്കാരം അനുവദിക്കുന്നില്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരവും അനുവദിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ പരസ്യമായിട്ടാണ് പാർലമെൻറ്റിൻ്റെ ക്യാൻറ്റീനിൽ, 1-ാം നിലയിലുള്ള ക്യാൻറ്റീനിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മറ്റ് നിരവധി പാർലമെൻറ്റ് അംഗങ്ങളുണ്ട്. അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പരസ്യമായി നടത്തിയ ഒരു സൗഹൃദ സംഭാഷണം അല്ലെങ്കിൽ സൗഹൃദ വിരുന്ന് എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അദ്ദേഹം എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ ക്ഷണിച്ചതെന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. അവിടെ വന്നതിൽ മിക്കവാറും പാർലമെൻറ്റിൽ നന്നായി പെർഫോം ചെയ്യുന്നവരാണ്. പാർലമെൻ്ററി പ്രവർത്തന രംഗത്ത് അവാർഡുകൾ ലഭിച്ചിട്ടുള്ള പേരാണ് മിക്കവാറും അതിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരെല്ലാം. അപ്പോൾ അതിനെ വിവാദവൽക്കരിച്ച് രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് CPM നടത്തുന്നത്. അത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ പൊതുവെയും കൊല്ലത്തെ ജനങ്ങൾ പ്രത്യേകിച്ചും തിരിച്ചറിയും. ഇനി വളരെ രസകരമായിട്ടുള്ള സംഭവം, ഞാൻ BJPയിലേക്ക് പോകുന്നു, ഞാനിതാ മുന്നണി മാറാൻ പോകുന്നു, രാഷ്ട്രീയം മാറാൻ പോകുന്നു, അതിൻ്റെ തുടക്കമാണ് ഇതെന്നുള്ള നിലയിലാണ് വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ ഫേക്ക് വീഡിയോകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തീരുമാനമെടുക്കുമ്പോൾ എല്ലാവരെയും അറിയിക്കുമെന്നുള്ള നിലയിൽ പോലുമുള്ള എൻ്റെ പേരിലുള്ള ഫേക്കായിട്ടുള്ള വ്യാജ വീഡിയോകൾ CPM സൈബർ വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ, നേതൃത്വത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീനമായിട്ടുള്ള പ്രചരണമാണ് CPMൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തീർച്ചയായിട്ടും കേരളത്തിലെ കൊല്ലത്തെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 1:45 മണി 2 മണിയോടുകൂടിയാണ് വിളിക്കുന്നത്. 2:30 മണി 2:45 ആയപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞു, അവിടെ നിന്ന് ക്യാൻറ്റീനിൽ നിന്ന് പിരിഞ്ഞു. അവിടെ എല്ലാവരും ഉണ്ട്. ക്യാൻറ്റീൻ 5:30 മണിക്കാണ് കേന്ദ്ര ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ധവളപത്രം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതിന്മേലുള്ള ചർച്ച. ആ ധവളപത്രത്തിനെതിരായിട്ടുള്ള നിരാകരണ പ്രമേയം അല്ലെങ്കിൽ ബദൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് 20 മിനിറ്റ് ഞാൻ പാർലമെൻറ്റിൽ സംസാരിച്ചു. ഈ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം, 2:30 മണിക്ക് ലഞ്ച് കഴിഞ്ഞതിന് ശേഷം 5:30 മണിയോടുകൂടി 3 മണിക്കൂർ കഴിയുമ്പോൾ പാർലമെൻറ്റിൽ 20 മിനിറ്റ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ നഖശികാന്തം വിമർശിച്ചുകൊണ്ടും UPA ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസിനെ പ്രകീർത്തിച്ചുകൊണ്ടും സംസാരിച്ചു. അപ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അതിനെ കാണാനല്ല, അവിചാരിതമായി പ്രധാനമന്ത്രി വിളിച്ച ഒരു സൗഹൃദ വിരുന്നിൽ, അതും പാർലമെൻറ്റ് മന്ദിരത്തിൽ വെച്ച് പരസ്യമായി എല്ലാവരും കാണെ നടത്തിയ ഒരു സൗഹൃദ വിരുന്നിൽ പങ്കെടുത്തു, അദ്ദേഹവുമായി സൗഹൃദം പങ്കിട്ടു എന്നുള്ളത് ഒരു മാരകമായ കുറ്റമായി ചിത്രീകരിക്കാനും വിവാദവൽക്കരിക്കാനുമുള്ള CPMൻ്റെ നീക്കത്തെ നല്ലതുപോലെ തിരിച്ചറിയും. എന്നെ അറിയുന്നവർക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ 1988 RSPയുടെ പ്രതിനിധിയായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പൊതുപ്രവർത്തന രംഗത്ത്, പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തനം ആരംഭിച്ചയാളാണ്. അതിനുശേഷം എത്ര തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതെല്ലാം RSPയുടെ സ്ഥാനാർത്ഥിയായി തന്നെയാണ് മത്സരിച്ചത്. തുടർന്നും RSP ആയി തന്നെ നിലകൊള്ളും. രാഷ്ട്രീയമായി വ്യക്തമായ അഭിപ്രായം, അതിശക്തമായിട്ടുള്ള നിലപാട് എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളൊക്കെ ജനങ്ങളിൽ, പ്രത്യേകിച്ചും മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ, CPM ലക്ഷ്യം വെക്കുന്നത് അതാണ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ആശങ്കയും സംശയവും ഉണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള കൃത്യമായ തന്ത്രമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്.
BJPയും സമാന സ്വഭാവത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ രണ്ട് പ്രചരണങ്ങളെയും അതിജീവിച്ച് അതിശക്തമായി മുന്നോട്ട് പോകാനുള്ള കരുത്ത്, ശക്തി മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.